എനിക്കിപ്പോ സമാധാനമായ അമ്മ. എപ്പോഴെങ്കിലും അമ്മയ്ക്ക് എന്റെ ഭാഗത്ത് ന്യായം ഉണ്ടല്ലോ എന്ന് കണ്ടുപിടിക്കാൻ പറ്റിയല്ലോ. ഞാൻ ആരുടെ ഭാഗത്തെ ന്യായം കണ്ടുപിടിക്കാൻ നിന്നല്ല. തെറ്റ് ആര് ചെയ്താലും മുഖത്ത് നോക്കി തെറ്റാണ് ചെയ്തതെന്ന് ഞാൻ പറയും. അതെന്റെ സ്വഭാവമാണ്. മതി, എനിക്കത് മതി. മതിയല്ലോ. ചെറിയമ്മ, നീ ഉറങ്ങിയില്ലേ? ഇല്ല ചെറിയമ്മ, കിടന്നിട്ട് ഉറക്കം വന്നില്ല. അതെന്തു പറ്റി? അമ്മ അങ്ങനെയൊക്കെ പറഞ്ഞതില് ചെറിയമ്മക്ക് വിഷമമുണ്ടോ? ഞാൻ അതൊക്കെ അപ്പൊ തന്നെ കളഞ്ഞില്ലേ. മക്കളതൊന്നും ആലോചിച്ച് വിഷമിക്കുന്നത് വേണ്ട കേട്ടാ. ചെല്ല്, നാളെ സ്കൂളിൽ പോവളേ. അയ്യോ, എന്തു പറ്റി? നാളെ സ്കൂളിൽ ചെല്ലുമ്പോ അവള് ചോദിക്കും കൊന്ത കൊണ്ടുവന്നില്ലേന്ന്. ഞാൻ പ്രോമിസ് ചെയ്തതല്ലേ. എന്തായാലും അവള് ചോദിക്കുമ്പോ ഇവിടെ നടന്ന പ്രശ്നത്തെ പറ്റി പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. ഇനിയിപ്പോ എന്തായാലും കള്ളം പറയാം. കൊന്ത കൊടുത്തില്ലെങ്കിൽ അവക്ക് വിഷമാവൂല്ലേ? പിന്നല്ലാതെ, അവളെക്കാളും വിഷമം എനിക്കാ. അതെന്തു പറ്റി? ഞാൻ പ്രോമിസ് ചെയ്തതല്ലേ ചെറിയമ്മ. എന്തായാലും ആ പ്രോമിസ് നടത്തി കൊടുക്കാൻ പറ്റുള്ളൂ എനിക്ക് ഷുവറാണ്. അപ്പൊ എനിക്ക് നാളെ ഏതെങ്കിലും കാര്യം വന്നാൽ പ്രോമിസ് ചെയ്യാൻ പറ്റൂ? സാരയില്ല ചെറിയമ്മ, ഫ്രണ്ട്സ് ഒക്കെ ആവുമ്പോ ഇങ്ങനെയാ. ചിലപ്പോ പ്രോമിസ് ചെയ്ത കാര്യം ചെയ്യാൻ പറ്റിയില്ലെന്നിരിക്കും. അത് സാരയില്ല. ചെറിയമ്മ കിടന്നോ. കിടന്നേ. അമ്മ രാവിലെ എണീറ്റാ? ഇവിടെ നീ എങ്ങോട്ടാ രാവിലെ? ഇത്ര രാവിലെ? ഞാന് പാറമേൽ പള്ളി വരെ ഒന്ന് പോണമ്മ. അതിന് സമയം എത്രയോളെ? സമയം ഇപ്പൊ ഒരു 6 മണിയാവും. അയ്യോ, പിങ്കി മോക്ക് കൊന്തയൊക്കെ വാങ്ങിച്ചിട്ട് ഒരു 9 മണിക്ക് മുന്നേ എത്തണം. ഓ, പിങ്കി മോളുടെ പ്രോമിസ് നിറവേറ്റാൻ വേണ്ടിയാണോ ഈ അതിരാവിലെ എഴുന്നേറ്റ് വിടുന്നേ? അവളാണെങ്കി ഇന്നലെ രാത്രി എന്റെ അടുത്ത് വന്നിരുന്ന അമ്മ. ഭയങ്കര വിഷമം പറിച്ചില്ലായിരുന്നു. നിനക്ക് ഇതിനെ കൊണ്ടൊക്കെ സാധിക്കും മോളെ, സത്യം. അവൾ എന്റെയും കൂടെ മോളല്ലേ അമ്മ. അല്ല, അമ്മ ഇന്നലെ പറഞ്ഞത് മോക്ക് സങ്കടമായി പോയോ? എനിക്ക് അപ്പോഴും ഭയങ്കര വിഷമമായിരുന്നു. ഞാൻ പിന്നെ ആലോചിച്ചപ്പോ അമ്മ പറഞ്ഞത് ശരിയാണെന്ന് തോന്നി. സത്യം പറഞ്ഞ ഭാര്യ ഭർത്താക്കന്മാർ അടി ഉണ്ടാക്കുമ്പോ നമ്മളൊന്നും എന്താ പറയണ്ടേ, അതിന്റെ ഇടയിൽ പോയി പെടാൻ പാടില്ല. അവര് നാളെ ആകുമ്പോ അങ്ങ് മിണ്ടും. പിന്നെ ഉപദേശിക്കാൻ പോകുന്നവരായിരിക്കും പിന്നെ ശത്രുക്കളായിട്ട് മാറുന്നത്. കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ സൂക്ഷിച്ചൊക്കെ പോണം. എന്നെ വിളിക്കണം കേട്ടോ. വിളിക്കാനും അതാണ്, എന്റെ ഫോണ് സ്വിച്ച് ഓഫ് ആവും. ഇന്നലെ ചാർജ് ഇടാൻ മറന്നുപോയി. അപ്പൊ ഞാൻ വേറെ ആരെങ്കിലും ഫോൺ വാങ്ങിച്ച് അമ്മയെ വിളിച്ചോളാം. വേറെ ഫോണിൽ നിനക്ക് വിളിക്കാൻ എന്റെ നമ്പർ നിനക്ക് കാണാതെ അറിയാവോ? ഈ വീട്ടിൽ ആകെപ്പാടെ എനിക്ക് അറിയാവുന്നത് അമ്മയുടെ നമ്പരാ. ഞാൻ പോയിട്ട് വരട്ടാ. അല്ല മോളെ, നിന്റെ പൈസയൊക്കെ ഉണ്ടോ? പൈസയൊക്കെ ഉണ്ട്. ശരി, ഞാൻ പോയിട്ടോ. അല്ല സുരഭി, നീ പിങ്കി മോളോട് പറഞ്ഞു പോകുന്നെന്ന്? ഇല്ല, ഞാൻ പറഞ്ഞിട്ടില്ല. അവള് രാവിലെ എണീക്കുമ്പോ എനിക്ക് ഇവിടെ എത്തണം അമ്മ. അവക്കൊരു സർപ്രൈസ് കൊടുക്കാന്ന് വിചാരിച്ചു. അയ്യോ, ദൈവമേ, എല്ലാം നേരെയായി വരട്ടെ. ലക്ഷ്മി കുഞ്ഞേ, ലക്ഷ്മി കുഞ്ഞേ. എന്താ മുത്തോണ അനക്കുന്ന? എന്തുവാ? പേടിക്കണ്ട, പക്ഷെ പേടിക്കണം. പേടിപ്പിക്കാ കാര്യം പറ. സുരഭിയെ കാണാനില്ല. സുരഭിയെ കാണാനില്ലേ? അവളിവിടെ എവിടെയെങ്കിലും കാണും. എന്റെ പൊന്നേ, കാര്യത്തിന്റെ ഗൗരവം ഒന്ന് മനസ്സിലാക്ക്. രാവിലെ അടുക്കള വരുന്നതാണല്ലോ, അടുക്കള കണ്ടില്ല. ഞാൻ നേരെ റൂമിൽ അന്വേഷിച്ചു, റൂമിലും കണ്ടില്ല. അപ്പൊ എനിക്ക് സംശയം തോന്നി. വീടും പരിസരവും ഒക്കെ നോക്കിയപ്പോ അവിടെയും കാണാനില്ല. മൊത്തത്തിൽ നോക്കിയോ? മൊത്തത്തിൽ നോക്കി. ഫോണിലൊന്നും വിളിച്ചോക്കായിരുന്നു? ഫോണിൽ വിളിച്ചപ്പോ സ്വിച്ച് ഓഫ്. പോയി കാണും. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.